2.5 വയസ്സുകാരുടെ കൊലപാതകത്തിൽ റിമാൻഡിലായ പ്രതി ഹരികുമാറിന് വേണ്ടി പോലീസ് ഇന്ന് കസ്റ്റഡി അപേക്ഷ കൊടുക്കും. പൂജപ്പുര മംഗളാമന്ദിരത്തിൽ താമസിക്കുന്ന കുഞ്ഞിൻ്റെ അമ്മ ശ്രീധുവിനെയും ഇന്ന് പോലീസ് ചോദ്യം ചെയ്യാൻ സാധ്യത. മാത്രമല്ല, അവരെ കുറ്റവിമുക്തയാക്കിയിട്ടില്ല എന്ന് പോലീസ് പറയുന്നുണ്ടായിരുന്നു. തന്നെ കേസുമായി ബന്ധപ്പെടുത്താൻ ബോധപൂർവമായ ശ്രമം നടന്നുവെന്നാണ് ഇന്നലെ പോലീസ് ചോദ്യം ചെയ്ത ജ്യോത്സ്യൻ ദേവിദാസൻ 24നോട് പറഞ്ഞത്. ജ്യോതിഷം, പൂജ, മന്ത്രവാദം എന്നിവയായി കൂട്ടിക്കെട്ടാൻ വേണ്ടി ചില ആളുകളെ ബോധപൂർവം ശ്രമിച്ചു. സ്റ്റേഷനിൽ പോയത്, സ്റ്റേഷനിലൊരു പരാതി കിട്ടി. ആ പരാതിയുടെ നിജസ്ഥിതി അന്വേഷിക്കാനായിട്ട് അവരെന്നെ വിളിച്ചു. ഞാൻ പോയി. എന്ത് പറഞ്ഞാലും അതിനൊരു ധിക്കാരത്തോടുള്ള മറുപടി അങ്ങനെയൊക്കെ വന്നപ്പോഴേക്ക് നമുക്ക് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റില്ല എന്ന് കണ്ടു. അങ്ങനെയാണ് അന്ന് തിരിച്ചു വിട്ടത്. അത് കോവിഡിന് മുമ്പാണ്. അയാളുടെ സ്വഭാവത്തിൽ ഒരു നിർബന്ധ ബുദ്ധിയും മാനസികമായ ചില വൈകല്യങ്ങളൊക്കെ കണ്ടപ്പോൾ അവരുടെ അമ്മയെ അച്ഛനെയും വിളിച്ച് അയാളെ അങ്ങോട്ട് കൂടെ വിടുകയാണ് ചെയ്തത്. MJ പ്രതീഷ് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, ഗുഡ് മോർണിംഗ്. പറയൂ. SKN, ഗുഡ് മോർണിംഗ്. 2.5 വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ പോലീസിന് ഇനിയും ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങളും ബാക്കി നിൽക്കുകയാണ്. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത് പരിഹരിക്കുന്നതിനായാണ് പോലീസ് വീണ്ടും കസ്റ്റഡി അപേക്ഷ ഇന്ന് നൽകുന്നത്. ഇന്ന് രാവിലെ തന്നെ നെയ്യാറ്റിൻകര കോടതിയിൽ പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകും. പ്രതി ഹരികുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. ഇന്നലെ രാത്രി വൈകിയും ഈ കുട്ടിയുടെ അമ്മ ശ്രീധുവിനെ പോലീസ് ചോദ്യം ചെയ്തെങ്കിലും കാര്യമായൊരു പുരോഗതി അന്വേഷണത്തിൽ ഉണ്ടായിട്ടില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഒപ്പം ഇന്നലെ സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട ഈ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന ജോൾസിനെ ഇന്ന് വീണ്ടും വിളിപ്പിച്ചിട്ടുണ്ട്. 10 മണിക്ക് സ്റ്റേഷനിൽ ഹാജരാകാനാണ് ഈ ജോൾസിനോട് പോലീസ് അറിയിച്ചിരിക്കുന്ന കാര്യം. അല്പസമയം മുമ്പാണ് ഞങ്ങൾ ഈ ജോൾസിനുമായി സംസാരിച്ചത്. ഈ ആരോപണങ്ങൾ പൂർണ്ണമായും ഈ ശംഖുമുഖം ദേവിദാസൻ എന്ന് പറയുന്ന വ്യക്തി തള്ളുകയാണ്. കാരണം ഈ അന്ധവിശ്വാസവും മന്ത്രവാദവും ഈ കേസിൽ കൂട്ടിക്കെട്ടാൻ ബോധപൂർവമായി ശ്രമം നടക്കുന്നു എന്നതാണ് ദേവിദാസന്റെ ആരോപണം. ഈ 7 മാസം മുമ്പാണ് അവസാനമായി ശ്രീധുവിനെയും ഈ പ്രതി ഹരികുമാറിനെയും കണ്ടത്. അന്ന് ക്ഷേത്ര ദർശനം കഴിഞ്ഞ് തൻ്റെ അടുത്ത് വരികയായിരുന്നു. യാതൊരു തരത്തിലും അന്ധവിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ടോ അത്തരത്തിൽ പൂജകളുമായി ബന്ധപ്പെട്ടോ ചർച്ചകൾ നടന്നിട്ടില്ല. മാത്രമല്ല, ഈ ജോലിക്ക് വേണ്ടിയാണ് ഹരികുമാർ ഇവിടെ എത്തിയത്. അത് കോവിഡിന് മുമ്പായിരുന്നു തൻ്റെ അടുത്ത് ഹരികുമാർ ജോലിയിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഈ സാമ്പത്തിക ക്രമക്കേടുകൾ ഒന്നും ഉണ്ടായിട്ടില്ല. ശ്രീധുവിൽ നിന്ന് പണം തട്ടിയിട്ടുമില്ല എന്നതാണ് ഈ ജോത്സ്യൻ പറയുന്ന കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായി അദ്ദേഹം പറയുന്നത് ഈ ബുദ്ധിമാന്ദ്യം മാറിക്കിട്ടുന്നതിന് വേണ്ടിയായിരുന്നു ഹരികുമാറിനെ അമ്മയും സഹോദരിയും തൻ്റെ അടുത്തുകൊണ്ട് ആക്കിയത്. ആദ്യ സമയത്തൊക്കെ തന്നെ മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷേ പിന്നീട് ഈ മാനസികമായി ചില വൈകല്യങ്ങൾ, ചില പ്രശ്നങ്ങൾ കാണിക്കാൻ തുടങ്ങി. ഈ ധിക്കാരപരമായി പെരുമാറാൻ തുടങ്ങി. അങ്ങനെ ഇവിടെ നിന്ന് പറഞ്ഞു വിടുകയായിരുന്നു എന്നതാണ് ഈ ദേവിദാസൻ ഞങ്ങളോട് പ്രതികരിച്ചത്. ഈ ഹരികുമാറിന് കൃത്യമായി സാമ്പത്തികം ഉൾപ്പെടെ കൈകാര്യം ചെയ്യാൻ അറിയില്ലായിരുന്നു. നോട്ട് എണ്ണാൻ പോലുമുള്ള ഒരു ശേഷി ഹരികുമാറിന് ഉണ്ടായിരുന്നില്ല എന്നതാണ് ദേവിദാസൻ പറയുന്ന കാര്യം. ഹരികുമാറിന്റെ സാമ്പത്തികമൊക്കെ തന്നെ കൈകാര്യം ചെയ്തിരുന്നത് ഈ സഹോദരിയും അമ്മയുമായിരുന്നു. മാസാമാസം ഇവിടെ എത്തി ഹരികുമാറിന് ഇവിടെ നിന്ന് നൽകിയിരുന്ന പണം ഇവർ കൈപ്പറ്റുകയാണ് ഉണ്ടായത് എന്നതാണ് പ്രധാനമായും ഇദ്ദേഹം പ്രതികരിച്ചിരിക്കുന്ന കാര്യം. ഈ സാമ്പത്തിക ആരോപണം തനിക്കെതിരെ ഉണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു തെളിവുകളോ സാക്ഷികളോ അക്കാര്യത്തിൽ വേണം. അത്തരത്തിൽ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. 1 രൂപ പോലും താൻ ആരുടെ പക്കൽ നിന്നും വാങ്ങിയിട്ടില്ല എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് വീണ്ടും ഈ ജോൾസിനെ ചോദ്യം ചെയ്യുന്നുണ്ട്. 10 മണിക്ക് സ്റ്റേഷനിലെത്താനാണ് പോലീസ് അറിയിച്ചിരിക്കുന്ന കാര്യം. ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതിന്റെ പ്രധാനപ്പെട്ട കാരണമാണ് പോലീസിന് ഇനി കണ്ടെത്തേണ്ടതുണ്ട്. ഇന്നലെ റിമാൻഡ് റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ അതിൽ പറഞ്ഞത് വിരോധമാണ്, സഹോദരിയുമായുള്ള വിരോധമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ്. എന്തായാലും ഈ കേസിൽ ഇന്ന് വീണ്ടും വിശദമായ പരിശോധന നടക്കും. SK.